ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളങ്ങനെ ദേവര മൂവി കണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ജൂനിയർ NTR അഭിനയിച്ച ദേവര മൂവി. പിന്നെ ഗൈസ് സൗണ്ടൊക്കെ കുറച്ച് ലോ ആയിരിക്കും, കാരണം നല്ല പനിയാണ്. സോ പനി ആയതിനാൽ നമുക്ക് ഫസ്റ്റ് ഷോ ഒന്നും കാണാൻ പോകാൻ പറ്റിയില്ലായിരുന്നു. സോ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് പടം കാണാൻ പോയത്. സോ അതുകൊണ്ടാണ് നമ്മുടെ മൂവിയുടെ റിവ്യൂ ഭയങ്കരമായിട്ട് ലേറ്റ് ആയത്. സോ ഐ ഹോപ്പ് യു ക്യാൻ ഹിയർ മീ. ഭയങ്കര ലോ സൗണ്ടാണ്. സോ എന്തെങ്കിലും ഇഷ്യൂസ്, സൗണ്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. ഒരുപാട് സൗണ്ട് എടുക്കാൻ വയ്യ. സോ യാ, ദേവര മൂവി പാർട്ട് 1. സോ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കൊറട്ല ശിവ ആൻഡ് റിട്ടേണും പുള്ളി തന്നെയാണ്. പിന്നെ സ്റ്റാറിങ് നമ്മുടെ NTR ഉണ്ട്, സെയ്ഫ് അലി ഖാൻ ഉണ്ട്, ജാൻവി കപൂർ ഉണ്ട്, പിന്നെ പ്രകാശ് രാജ്, ഷൈൻ ടോം ചാക്കോ, ശ്രീകാന്ത്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സോ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് R രത്നവേലാണ്. എഡിറ്റഡ് ബൈ A ശ്രീകുമാർ പ്രസാദാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ അനിരുദ്ധാണ്. കൊറട്ല ശിവ മൂവിയുടെ ഡയറക്ടർ. പുള്ളിയെ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്തിട്ടുള്ള പടങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിർച്ചി, നമ്മുടെ പ്രഭാസിൻ്റെ പണ്ടത്തെ മിർച്ചി പുള്ളിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ജനതാ ഗ്യാരേജ്, അതിനകത്ത് നമ്മുടെ ലാലേട്ടനും ജൂനിയർ NTRും ഒക്കെ ഉണ്ട്. സോ ആ പടമൊക്കെ പുള്ളിയാണ് ചെയ്തേക്കുന്നത്. സോ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് പടം അത്രേ ഉള്ളൂ. എല്ലാം കേട്ട് കാണും. ജൂനിയർ NTR ഡബിൾ റോളാണ് ചെയ്യുന്നത്, അച്ഛനും മോനും ക്യാരക്ടറാണ് ചെയ്യുന്നത്. പിന്നെ കുറേ സീൻസൊക്കെ നമുക്ക് മറ്റ് പല മൂവീസിൽ നിന്നും നമ്മൾ മറ്റ് പല മൂവീസിലും കണ്ട കുറേയധികം സീനും. പിന്നെ ഒരു പ്ലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാഹുബലിയുടെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണ് എൻഡിങ് ചെയ്തേക്കുന്നത്. ഇനി അതിൻ്റെ കൺക്ലൂഷനാണ് സെക്കൻഡ് പാർട്ടിനകത്ത്. പിന്നെ ജൂനിയർ NTRൻ്റെ ഇൻട്രോ കാണിക്കുന്നത് നമ്മുടെ വിജയ് പണ്ട് ചെയ്തിട്ടുള്ള സുറ മൂവിയിലെ ഒരു സാധനം വെച്ചിട്ടാണ് ജൂനിയർ NTRൻ്റെ ഇൻട്രോ കാണിച്ചിരിക്കുന്നത്. പാട്ടും കാര്യങ്ങളൊക്കെ നൈസാണ്. ആ മനുഷ്യൻ്റെ ഡാൻസ് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാം അന്നും ഇന്നും കിഡിലോസ്കി ആയിട്ടാണ് ജൂനിയർ NTRൻ്റെ ഡാൻസ് പെർഫോമൻസ് എല്ലാം. പിന്നെ ജാൻവി കപൂർ ഉണ്ടെന്നേ ഉള്ളൂ, കുറച്ച് പാട്ടിന് വേണ്ടിയിട്ട് മാത്രമല്ലാതെ പുള്ളിക്കാരത്തേക്ക് വലിയ റോളും കാര്യങ്ങളൊന്നുമില്ല. സെയ്ഫ് അലി ഖാൻ പൊളിച്ചിട്ടുണ്ട്, കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. സെയ്ഫ് അലി ഖാൻ ആണെങ്കിലും മറ്റുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മുടെ ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും എല്ലാവരും നൈസായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രകാശ് രാജിന് ഇതിനകത്ത് അധികം വലിയ സീൻസും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വന്ന് പുള്ളിക്കാരനാണ് നമ്മുടെ KGF 2 കൂട്ട് പുള്ളിക്കാരനാണ് ബാക്ക്ഗ്രൗണ്ട് വോയിസ് പറഞ്ഞ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്. ബാഹുബലിയും പിന്നെ നമ്മുടെ സുറ, അങ്ങനെ വേറെ പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫൈറ്റ് സീൻസൊക്കെ ഓക്കെയാണ്. ബട്ട് ഫൈറ്റ് സീൻസിനകത്ത് വരുന്ന ചില 2-3 ഷോട്ട്സ് മാത്രമേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൂ. അല്ലാത്ത ഫൈറ്റ്സ് ഭയങ്കര സ്ലോ മോഷൻ, ഭയങ്കര മാസ് ബിൽഡപ്പ് ഒക്കെ ചെയ്ത് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ടും ഫൈറ്റും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് പേഴ്സണലി കൺവിൻസ് ആയിട്ടില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളി കടലും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് കടലിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്രാവ് മാത്രം ഇടയ്ക്ക് വന്നിട്ട് പോകുന്നതാണ്, അല്ലാണ്ട് വേറെ മീനും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. കടലാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു സ്രാവിനെ മാത്രം ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്രാവിൻ്റെ പുറത്ത് പിടിച്ചുകൊണ്ടുള്ള കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ട്രെയിലറിനത് കണ്ടു കാണും. ഇപ്പം അല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ വൈറലാവുന്നുണ്ട്. സോ അങ്ങനെ ഓൾമോസ്റ്റ് കഥ നമുക്ക് കുറച്ചൊക്കെ പ്രിഡിക്റ്റബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, കുറേയൊക്കെ നമുക്ക് പല മൂവീസിൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് പ്രിഡിക്റ്റബിൾ ആണ് കഥ എങ്ങനെ ഉണ്ടാകുന്നുള്ളതൊക്കെ. സോ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. നിങ്ങൾക്ക് വിഷ്വലി കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നൈസാണ്. പിന്നെ സോങ്സ് അനിരുദ്ധ് നല്ല കിഡിലോസ്കി ആയിട്ട് ചെയ്തിട്ടുണ്ട്. BGM ആണെങ്കിൽ പോലും വിഷ്വലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ഗോ ടു തിയേറ്റർ ആൻഡ് വാച്ച് ദ മൂവി. സോ അപ്പോൾ അത്രേ ഉള്ളൂ.